കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ സുപ്രധാനവും വിപ്ലവകരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി വിശ്വനാഥ സിൻഹ. സെക്രട്ടേറിയറ്റിനെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തന രീതികൾ വലിയ സുതാര്യതയും കാര്യക്ഷമതയും കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. മന്ത്രിസഭാ യോഗങ്ങളിൽ സമർപ്പിക്കുന്ന കുറിപ്പുകളിൽ വൻ രീതിയിലുള്ള പരിഷ്കാരങ്ങളും അവതരണ രീതിയിലുള്ള വ്യക്തമായ മാറ്റങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഈ മാസം 17 മുതൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ വകുപ്പുകൾക്കും പൂർണ്ണമായും നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന വിവരങ്ങളിൽ കാതലായ പോരായ്മകളും വലിയ തോതിലുള്ള വൈവിധ്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറി നേരിട്ട് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ചും ക്യാബിനറ്റ് കുറിപ്പുകളിൽ കൃത്യമായ ഘടനയോ സമഗ്രതയോ ഇല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അടിയന്തരവും ശക്തവുമായ ഈ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭരണ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഇത്തരം പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഭരണരംഗത്ത് കൂടുതൽ സുതാര്യതയും വേഗതയും കാര്യക്ഷമതയും കൊണ്ടുവരാനുള്ള ചീഫ് സെക്രട്ടറിയുടെ വ്യക്തമായ കാഴ്ചപ്പാട് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഈ പരിഷ്കരണങ്ങളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇതോടെ ഭരണസിരാ കേന്ദ്രത്തിലെ IAS ഉദ്യോഗസ്ഥർക്കിടയിലും വിവിധ വകുപ്പുകളിലും ചീഫ് സെക്രട്ടറിയുടെ ഈ നീക്കം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ സംസ്ഥാന ഭരണം സുഗമമാക്കാൻ വിശ്വനാഥ് സിൻഹ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് ഭരണവൃത്തങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗസ്റ്റ് 17 മുതൽ കൃത്യമായ 13 ഘടകങ്ങൾ അടങ്ങിയ നിശ്ചിത മാതൃകയിൽ മാത്രമേ മന്ത്രിസഭാ കുറിപ്പുകൾ തയ്യാറാക്കാൻ പാടുള്ളൂ എന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ചെറിയ വീഴ്ച വരുത്തുന്ന ഒരു ഫയൽ പോലും ഇനി ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് അയക്കില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. ഭരണസിരാ കേന്ദ്രത്തിന്റെ കാര്യക്ഷമതയും വേഗതയും വർദ്ധിപ്പിക്കാൻ ഇത്തരം ഒരു വലിയ മാറ്റം അത്യാവശ്യമായിരുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഈ പുതിയ ഉത്തരവ് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതാത് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പഴയ രീതിയിലുള്ള അപൂർണമായോ അല്ലെങ്കിൽ തെറ്റായ മാതൃകയിലോ ഉള്ള കുറിപ്പുകൾ ഇനി ഒരു കാരണവശാലും പൊതുഭരണ വകുപ്പ് സ്വീകരിക്കില്ല. ഫയലുകൾ അനാവശ്യമായി വച്ചു താമസിപ്പിക്കുന്ന രീതിക്കും കൃത്യതയില്ലാത്ത അപൂർണമായ വിവരങ്ങൾ നൽകുന്ന ശീലത്തിനും ഇതോടെ പൂർണ്ണമായും വിരാമമാകും. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ പദ്ധതി വഴി സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ, പദ്ധതികളിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമപ്രശ്നങ്ങൾ, പദ്ധതി പൂർത്തീകരണത്തിന്റെ വിവിധ നാഴികക്കല്ലുകൾ എന്നിവയെല്ലാം കുറിപ്പിലെ പുതിയ ഫ്രണ്ട് പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. ഇതുവഴി മന്ത്രിസഭയ്ക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും പദ്ധതികളെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാനും സാധിക്കും. ഇതിനു പുറമെ മുൻപ് സർക്കാർ നൽകിയ പൊതുവാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന വിവരവും പുതിയ കുറിപ്പിൽ ഇനി നിർബന്ധമായും ചേർക്കണം. വാഗ്ദാനങ്ങളുടെ നിലവിലെ പുരോഗതി എന്താണെന്ന് സർക്കാരിന് എളുപ്പത്തിൽ വിലയിരുത്താൻ ഇത് സഹായിക്കുകയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ഓരോ പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നത് സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആവശ്യമായ തുക വകയിരുത്തുന്നതിലും തടസ്സങ്ങളില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഉണ്ടാകുന്ന അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ ഈ നിർദ്ദേശം വഴി സാധിക്കും. കൂടാതെ നിയമപ്രശ്നങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് കുറിപ്പിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പദ്ധതികൾ പിന്നീട് കോടതി കയറി മടങ്ങുന്ന അവസ്ഥയും ഒഴിവാക്കാം. നിയമവകുപ്പിന്റെ ഉപദേശങ്ങളും അവലോകനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി മാത്രം ക്യാബിനറ്റ് നോട്ടുകൾ തയ്യാറാക്കുന്നത് സർക്കാരിന് മികച്ചൊരു നിയമപരിരക്ഷയും ഉറപ്പു നൽകുന്നു. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ബീഹാർ സ്വദേശി വിശ്വനാഥ് സിൻഹയെ പുതിയ സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ജൂണിലാണ് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. നേരത്തെ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം സഹകരണ സൊസൈറ്റിയുടെ കീഴിലായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത സമയത്ത് അതിന്റെ ആദ്യ MDയുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1998 മുതൽ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിലും പുരോഗതിയിലും നിർണായക പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. 2023 അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലെത്തിയത്.
മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് സ്ഥാനമൊഴിഞ്ഞതോടെയാണ് സിൻഹ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് നിയമിതനായത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന വിശ്വനാഥ് സിൻഹയ്ക്ക് 2022 മാർച്ചിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ 2021 മെയ്യിലാണ് IT വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുന്നത്. IT വകുപ്പിൽ പൂർണ്ണ ചുമതല നൽകപ്പെട്ട അദ്ദേഹം M ശിവശങ്കറിന് ശേഷം ഈ തസ്തികയിലെത്തുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ആദ്യ ഉദ്യോഗസ്ഥനുമായിരുന്നു. സൈനിക ക്ഷേമ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, പിന്നാക്ക വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി നിരവധിയായ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 അദ്ദേഹത്തെ പൊതുഭരണ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പിലേക്ക് മാറ്റിയിരുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ അച്ചടക്കത്തിനും ഹാജർ രേഖപ്പെടുത്തുന്നതിനുള്ള പഞ്ചിംഗ് സംവിധാനത്തിലും അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച സിൻഹയ്ക്കെതിരെ ജീവനക്കാരുടെ സംഘടനകൾ മുൻപ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോയതോടെ ഇടത് സംഘടനാ നേതൃത്വം പരസ്യമായി ലഘുലേഖ പുറത്തിറക്കുകയും UDF സംഘടനകൾ തുടക്കം മുതലേ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ചുവപ്പ് നാടകളുടെ കുരുക്കഴിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഭരണനിർവഹണത്തെ കൂടുതൽ ജനകീയവും സുതാര്യവുമാക്കാൻ വിശ്വനാഥ് സിൻഹ IAS കൈക്കൊണ്ട ഈ ധീരമായ തീരുമാനം IAS വൃത്തങ്ങളിലും ഭരണകേന്ദ്രങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് സ്വീകരിച്ച കർശനമായ അച്ചടക്ക നടപടികളുടെ തുടർച്ചയെന്നോണം ഭരണ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിച്ച് സുതാര്യത ഉറപ്പാക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ വിപ്ലവകരമായ ശ്രമങ്ങൾ ഭരണ നേതൃത്വത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ആഗസ്റ്റ് 17 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ വൻ പരിഷ്കാരം കേരളത്തിന്റെ സർവോത്മുഖമായ ഭരണചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും ഉജ്ജ്വലവുമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്.